ഹായ്. ഇന്നെനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരാളെ മീറ്റ് ചെയ്യുന്നത് ഫിദ. ഇത് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് പഠിപ്പിച്ച കുട്ടിയാന്ന് പറയാം. കാരണം നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ബാച്ച് ഫിനിക്സ് ബാച്ചിൽ നിന്ന് ദേ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് എത്തി നിൽക്കുകയാണ് ഫിദ. കോഴിക്കോടുകാരിയാണ്. വീട്ടിൽ നിന്ന് മാറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നീറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ച ബോൾഡ് ഡിസിഷൻ എടുത്ത ആളാണ് അല്ലേ? അപ്പോ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഓൺലൈൻ ക്ലാസ്സസ് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നീറ്റ് പോലത്തെ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ഇച്ചിരി സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം അല്ലെ? കാരണം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, നമ്മൾ തന്നെ പഠിക്കണം, സെറ്റ് ആക്കണം. ആരും നമ്മളെ ഓടിച്ചിട്ട് അത് ഇത് ചെയ്യുന്നൊന്നും പറയാനില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ചതാണ്. പക്ഷെ വീട്ടിന്റെ കംഫർട്ടിൽ ഇരുന്ന് പഠിക്കാം. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഉമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് അല്ലെ, അങ്ങനെ തന്നെ വീട്ടിന്റെ കംഫർട്ടിൽ ഇരുന്ന് പഠിക്കാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്സസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുമായിരുന്നു? അതെ, ലൈവ് ക്ലാസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ക്ലാസ്സിൽ ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഓഫ്ലൈൻ ഫീലിംഗ് തന്നെ ഓൺലൈൻ ക്ലാസ്സിന് കിട്ടാറുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ക്ലാസ് ഇരിക്കുന്ന ഫീലിംഗ് തന്നെയാണ് വീട്ടിന്റെ ലാപ്പിലൊക്കെ വെച്ചിരിക്കുമ്പോ ഉണ്ടാവുക. നോട്ടൊക്കെ എഴുതിയെടുക്കാൻ പറയുമ്പോ അപ്പൊ തന്നെ എഴുതിയെടുക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാതെയൊക്കെ എഴുതാൻ പറയും. അതൊക്കെ ചെയ്യും. കോഡൊക്കെ പറഞ്ഞു തരാറുണ്ട്. കോഡൊക്കെ എല്ലാം ഓർമ്മയുണ്ട്, ഭാഗ്യം. അപ്പോ ക്ലാസ് ഇരിക്കുന്ന പോലത്തെ തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്. എങ്കിൽ തന്നെയും നമുക്ക് സാധാരണ ഈ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്ന മക്കൾക്കും അല്ലാതെ കുറെ പേരുടെ കൂടെ ഇരിക്കുന്നവർക്കും ഡൗട്ട് ക്ലിയറൻസ് ഭയങ്കര സിമ്പിൾ ആണ്. എന്നാൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു പ്രോപ്പർ ആയിട്ട് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യുക? ഞങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് മെന്റർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ മെന്റർ ആ ദിവസം തന്നെ ഫാക്കൽറ്റിക്ക് കൊടുത്തിട്ട് തിരിച്ചയച്ചു ആൻസർ തരണ്ട. അപ്പൊ എല്ലാ ആൻസേഴ്സും ഡൗട്ടിൻ്റെത് കൃത്യമായിട്ട് കിട്ടാറുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കായിരുന്നോ? ചോദിക്കാൻ പറ്റായിരുന്നു. ആൻസർ ഒക്കെ കിട്ടായിരുന്നു. അപ്പോ ഓക്കെ, കിട്ടായിരുന്നു. അപ്പൊ ക്ലാസ് നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ ഇപ്പൊ ചിലപ്പോ സ്കോറൊക്കെ കുറഞ്ഞു പോകത്തില്ല. നമ്മളെല്ലാ എക്സാം എല്ലാ എക്സാം ഒക്കെ എഴുതായിരുന്നോ? എല്ലാം അറ്റൻഡ് ചെയ്യും. ഏറ്റവും ഇഷ്ടമുള്ള എക്സാം ഏതായിരുന്നു? GIB. ഏറ്റവും ഇഷ്ടമുള്ള എക്സാം GIB ആയിരുന്നു. അതാണ് ഓഫ്ലൈൻ ആയിട്ട് ആകെ എഴുതുന്ന എക്സാം അല്ലേ, സെന്ററിൽ പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ പഠിക്കുന്ന മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാം GIB എക്സാം ആണ്. കാരണം ഓൺലൈൻ പഠിക്കുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ വീക്ക്ലി എക്സാമും നമ്മളെ മന്ത്ലി എക്സാമും ഗ്രാൻഡ് ടെസ്റ്റും എല്ലാം എഴുതുക ഓൺലൈൻ ആയിട്ടാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. പെൻ ആൻഡ് പേപ്പർ ആൻഡ് നീറ്റ് പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ്. സോ ഓഫ്കോഴ്സ് വൺസ് ഇൻ എ വൈൽ നിങ്ങൾ GIB എഴുതുമ്പോൾ, ലൈക്ക് എവറി മന്ത് നമുക്ക് GIB ഉണ്ട്. ഈ GIB എഴുതുമ്പോഴാണ് നമ്മൾ ആ ആംബിയൻസിലേക്ക് എത്തുക. ആ നീറ്റിന്റെ ഒരു സീരിയസ്നെസ്സിൽ അവിടെ ചെന്ന് ഇരുന്ന് പേപ്പറിൽ എഴുതുക. അപ്പൊ നമുക്ക് കുറച്ച് പേപ്പർ ആൻഡ് പെന്നിന്റെ മിസ്റ്റേക്സ് ക്ലാരിഫൈ ചെയ്യാനും പറ്റും. പിന്നെ ഓരോ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ OMRല് വെള്ളം മറിഞ്ഞു, അങ്ങനെ ഓരോ പ്രശ്നങ്ങള് വെള്ളം മറിഞ്ഞു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് ഇരുന്ന് എഴുതുന്ന ഡിഫറെന്റ് ആണല്ലേ വീട്ടിൽ ഇരുന്ന് എഴുതുന്നേക്കാളും ആണ്. എന്നാൽ OMR ഷീറ്റ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ? പലപ്പോഴും ഓൺലൈൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, OMR ഷീറ്റിലേക്ക് ട്രൈ ചെയ്തില്ലായിരുന്നു? അവിടുന്ന് ക്വസ്റ്റ്യൻസ് കുറെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ OMR ഷീറ്റ് വാങ്ങിച്ചു വീട്ടിൽ നിന്ന് തന്നെ ടൈം സെറ്റ് ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു. സോ ഇറ്റ്സ് റിയലി പോസിബിൾ. നിങ്ങൾ പലപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓൺലൈനിലൂടെ ഒരിക്കലും നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഒരുപാട് എക്സാമ്പിൾസ് ആണ് ഈ കൊല്ലം അല്ല, എല്ലാ കൊല്ലവും സൈലം കാണിച്ചിട്ടുള്ളത്. ഇക്കൊല്ലം എന്നാൽ ഒരുപാട് റിസൾട്ടുകളാണ് ശരിക്കും നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത്. ആൻഡ് മേജർ ആയിട്ടുള്ള നമ്മുടെ മിക്ക മെഡിക്കൽ കോളേജസിലും കുഞ്ഞുങ്ങളെല്ലാം ഓൺലൈനിൽ നിന്ന് വന്നു. ഇവരൊക്കെ പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു വിൽ പവർ ആണ് അല്ലെ? ശരിക്കും ഇവരുടെ ഒരു വിൽ പവർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക, പ്രോപ്പർ ആയിട്ട് ഇതുപോലെ OMR ഷീറ്റ്സ് എടുത്ത് നമ്മുടെ വീട്ടിന്റെ കംഫർട്ട് ഇരുന്ന് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ചെയ്യുക. ട്രാവലിന്റെ ടൈമിന്റെ പ്രശ്നമില്ല അല്ലെ? എന്തെങ്കിലും ഹോം സിക്നസ് ഉണ്ടെങ്കിൽ അതില്ല. ഉമ്മേനെയൊക്കെ എങ്ങനെ കണ്ട് എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഈ അപ്പുറത്തെ ഇപ്പുറത്തെ കല്യാണത്തിന് പോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നീറ്റൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും നീറ്റ് എക്സാമിന് 1 മാസം മുമ്പ് എല്ലാ വീട്ടിലും കല്യാണത്തിനൊക്കെ പോയി കറങ്ങി നടക്കുക, അതുണ്ടോ? ഇല്ല. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഡീവിയേഷൻസ് ആണ്. അപ്പുറത്ത് പോവാ ഇപ്പുറത്ത് പോവാ ഒന്ന് കറങ്ങി നടക്കുക, നമുക്ക് അത്യാവശ്യം റിലാക്സ് ഒക്കെ ചെയ്യാം. പക്ഷേ ദ തിങ് ഇസ് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കണം നമ്മുടെ വർക്കിലേക്ക്. അപ്പൊ ഇനി ഒക്കെ മോളെടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പൊ ലാസ്റ്റ് ടൈമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നീറ്റിന്റെ. ഈ ഒരു ടൈമിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവത്തില്ലേ? സ്കോർ ഒക്കെ ടെൻഷൻ ഉണ്ടാവും. അമ്മനോട് സംസാരിക്കും, മെന്ററിനോട് സംസാരിക്കും. നല്ലോണം
സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ആയിരുന്നു. എന്നാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് യൂട്യൂബിലൊക്കെ വരിക. അതുപോലെ തന്നെ ഉമ്മയോട് സംസാരിക്കുക, മെന്റേഴ്സ് ഉണ്ട് അവരോട് സംസാരിക്കുക, എന്നിട്ട് നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാംസ് എല്ലാം എഴുതിയോ ലാസ്റ്റ്? എല്ലാ എക്സാംസ് എഴുതാറുണ്ടായിരുന്നു. ആൻഡ് നെഗറ്റീവ്സ് വരുമ്പോ എന്താ ചെയ്യാ? അതെന്തുകൊണ്ടാ വന്നതെന്ന് ചെക്ക് ചെയ്യും. ഇറർ ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. പക്ഷെ നെഗറ്റീവ് ചെക്ക് ചെയ്യാറുണ്ട്, എന്താ പറ്റുന്നതെന്നുള്ളതൊക്കെ പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ്സ് വരുന്നേക്കാൾ ഇമ്പോർട്ടന്റ് നെഗറ്റീവ് വരുന്നത് എങ്ങനെ ചെയ്ത് തീർക്കണം എന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു വിൽ പവർ ആണ്. കാരണം നമ്മൾ അത് നെഗറ്റീവ് വന്നു അങ്ങനെയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് നോക്കണം അല്ലെ. മെറ്റീരിയൽസ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത് PYQs ആയിരുന്നു. പിന്നെ ഓക്കെ, സ്ലൈഡ്സ് ഫുള്ള് ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ വീണ്ടും ചെയ്യാറുണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇപ്പം ഓഫ്ലൈനിലുള്ള കുട്ടികൾക്ക് DPP പോലെ തന്നെയാണ് ഓൺലൈനിലുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്ലൈഡ്സ്. ഇപ്പോൾ ഒരു ക്ലാസ്സിന്റെ സ്ലൈഡ് വരുമ്പോൾ അതിലൊരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് കവറേജ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓൺലൈനിലെ കുട്ടികൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് PYQയുടെ മെറ്റീരിയൽസ് ഓൾറെഡി സൈലത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് അതും കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മെറ്റീരിയൽ സഫിഷ്യൻസി ആയി. അല്ല നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അയ്യോ DPP അല്ലല്ലോ നമ്മുടെ കയ്യിരിക്കുന്നത്. പക്ഷെ DPP തന്നെയാണ് നമുക്ക് ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ആൻഡ് യു വിൽ ബി ഡൂയിങ് ഓൾ ദാറ്റ് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. മോക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ ഏറ്റവും ടഫ് ടോപ്പിക് ഏതായിരുന്നു? എനിക്ക് സബ്ജക്റ്റ് ആയിട്ട് ടഫ് അല്ലായിരുന്നു. ചില ടോപ്പിക്സ് ഉണ്ടാവില്ലേ, അപ്പം ബയോളജി പറയുകയാണെങ്കിൽ എവല്യൂഷൻ എനിക്ക് നല്ല ടഫ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. അപ്പം അതിൽ ഇങ്ങനെ ടാക്കിൾ ചെയ്യാ. ആദ്യം ക്ലാസ് കണ്ടു, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ടൈം റിവൈസ് ചെയ്തതിന് ടെക്സ്റ്റ് വായിക്കുന്നതിന് മുൻപേ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ മനസ്സിലാവും ഏത് ടോപ്പിക്കാണ് എനിക്ക് തെറ്റിപ്പോകുന്നത്. അപ്പം അത് സ്ട്രെസ് ചെയ്തിട്ട് പിന്നെ NCERT വായിക്കും. ഭയങ്കര നല്ലൊരു സ്ട്രാറ്റജി നമ്മോട് പറഞ്ഞത്. നമുക്ക് ഏറ്റവും ടൈം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ അത്. കാരണം ഒരാഴ്ച നമ്മൾ ടോപ്പിക് കംപ്ലീറ്റ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, ശേഷം റിവിഷൻ വരുമ്പോഴത്തേക്കും ബയോളജിയിലൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ബയോളജി പലപ്പോഴും തിയറി വായിച്ചാൽ മതി നമുക്ക് തോന്നും, പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ അല്ലെ, സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴാണ് മാറിപ്പോവുക. പക്ഷെ റിയലി നമുക്ക് തിയറി പെർഫെക്റ്റ് ആയിരിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ അറിയായിരിക്കും, എങ്ങനെയെന്ന് പറയാൻ അറിയാം, പക്ഷെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആ ടോപ്പിക്കിൽ എല്ലാം കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് തെറ്റിയതിന്റെ ടോപ്പിക്ക് പോയി വായിച്ചു നോക്കാം. അങ്ങനെയാണ് ഫിദ വർക്ക് ചെയ്തത്. അപ്പൊ ഫിദ, നമ്മുടെ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്ത മോക്ക് ഇപ്പൊ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളോട് എങ്ങനെ NEET 25ന്റെ ഈ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്തേ. ഇനിയിപ്പോ നീറ്റിന് 3 മാസേ ബാക്കിയുള്ളൂ. എല്ലാരും ഒരു കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും, പക്ഷെ ടെൻഷൻ അടിക്കാണ്ട് കൂളായിട്ട് പഠിക്കുക. തിയറി പഠിക്കുന്നതിനൊപ്പം തന്നെ കൂടുതലായിട്ട് MCQs ചെയ്യുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എവിടെയാണ് തെറ്റുന്നത് എന്നുള്ളത്. അസേർഷൻ റീസൺ ഒക്കെ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം MCQ ചെയ്യുക, നമുക്ക് എത്ര സാച്ചുറേറ്റ് ആവുന്നത് വരെ ചെയ്യുക. തന്നെ പിന്നെ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, കാരണം നമ്മളോട് മറന്നു പോകും. ഫിസിക്സിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുന്നേക്കാളും ചെയ്ത ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുക. കാരണം നിങ്ങളിലുള്ള മെറ്റീരിയൽ തന്നെ സഫീഷ്യന്റ് ആണ് നീറ്റ് എക്സാമിന്, അല്ലെ മോളെ? അപ്പോ NEET 2025 നമ്മളെ ഓൺലൈനിൽ ഇരിക്കുന്ന പഠിക്കുന്ന എല്ലാ മക്കൾക്കുള്ള ഏറ്റവും ബിഗ് മോട്ടിവേഷൻ ആണ് നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫിദയെ കണ്ടു, ഇനിയും നമ്മൾ ഒരുപാട് പേരെ കാണും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന്റെ കംഫർട്ടിൽ ഇരുന്നും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. only thing is you have to be consistent with your work, അല്ലെ? നമ്മൾ സ്വന്തമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, നമ്മൾ സ്വന്തമായി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ എല്ലാ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാം കണ്ട ആളാണ്. അപ്പൊ ക്ലാസ് കാണുക, റിവിഷൻ ക്ലാസ്സസ് കാണുക, ആൻഡ് ക്വസ്റ്റ്യൻസ് അതിൽ തരുന്ന എക്സാംസും ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഇരിക്കുന്ന എല്ലാ മെറ്റീരിയലിലെ ക്വസ്റ്റ്യനും ഈ 3 months കവർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് NEET 2025 എല്ലാ മക്കളും എഴുതട്ടെ. ഓൾ ദി ബെസ്റ്റ്.